Page number 216, a rocky page. Listen. Read the clues and fill in the cross path. Cross patch. എന്ത് ചെയ്യണം നിങ്ങൾ? താഴത്തെ ക്ലൂസ് വായിച്ചതിന് ശേഷം അത് ഫില്ല് ചെയ്യാം. ഒന്നാമത്തത് സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മാർബിൾ, ക്വാർട്ടസൈറ്റ്, ഒബ്സീഡിയൻ, കോളം ഇപ്പുറത്തെ സൈഡില് ഗ്രാനൈറ്റ്, ബസാൾട്ട്, കോംഗ്ലോമറേറ്റ്, ഷെയിൽ, പുമൈസ്. എന്ത് ചെയ്യണം നിങ്ങൾ? നോക്ക്, താഴെ ഉണ്ട് നോട്ട് എ ക്രോസ്. എ മെറ്റാമോർഫിക് റോക്ക് ഈസ് ഫോംഡ് ഫ്രം സാൻഡ്സ്റ്റോൺ. എ മെറ്റാമോർഫിക് റോക്ക് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം സാൻഡ്സ്റ്റോൺ. അതായത് സാൻഡ് സ്റ്റോണിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മെറ്റാമോർഫിക് സ്റ്റോൺ ഏതാണ്? ക്രോസ് ചെയ്യാം. രണ്ടാമത്തെ ആൻസർ ആണ് ക്രോസിൽ. ഇങ്ങനെ ചെയ്ത് നോക്കിയത് അത്. അതായത് സാൻഡ് സ്റ്റോണിൽ നിന്നുണ്ടാവുന്ന ഒരു മെറ്റാമോർഫിക് റോക്സിന്റെ പേരാണ് എന്താണെന്നറിയോ? എന്താ? ക്വാർട്സൈറ്റ്. ക്വാർട്സൈറ്റ്. QUARTZITE. രണ്ടാമത്തത് ഇങ്ങനെ അക്രോസ് ആയി ചെയ്തോ. ക്വാർട്സൈറ്റ്. QUA. അവിടെ തന്നെ ഉണ്ട്, ഓരോന്നിന്റെ പിക്ചറിന്റെ അടിയിൽ പേരുണ്ട്. QUARTZITE. ക്വാർട്സൈറ്റിന്റെ സ്പെല്ലിംഗ് കണ്ടോ? Quartzite. Quartzite is a metamorphic rock. It is formed from sandstone. Quartzite is a metamorphic rock. It is formed from sandstone. ഇനി അക്രോസിൽ രണ്ടാമത്തത് നോക്ക്. An igneous rock. It look like a black glass. അതായത് ബ്ലാക്ക് ഗ്ലാസ് പോലെ, കറുത്ത ഗ്ലാസ് പോലെയുള്ള ഒരു ഇഗ്നിയസ് റോക്കിന്റെ പേര്. An igneous rock. It is look like a black glass. Fourth one. നമ്പർ തെറ്റരുത്. fourth one. അക്രോസിൽ fourth one. Obsidian. ഒബ്സീഡിയൻ. കണ്ടില്ലേ? പിക്ചർ കണ്ടാ അറിയില്ലേ? സൺഗ്ലാസ്, ബ്ലാക്ക് ഗ്ലാസ്. ഒബ്സീഡിയൻ. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാത്ത വല്ല ചെയ്യാൻ വേണ്ട ചെയ്യണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ സംസാരിക്കാം അല്ലേ? ഒബ്സീഡിയൻ. എക്രോസില് ഫോർത്ത് വൺ ഒബ്സീഡിയൻ. കിട്ടിയോ മുഹമ്മദേ? എക്രോസിൽ സെക്കൻഡ് വൺ എന്തായിരുന്നു? ക്വാർട്ടസൈറ്റ്. എക്രോസിൽ ഫോർത്ത് വൺ ഒബ്സീഡിയൻ. Then sixth one, a sedimentary rock. It is used to make tiles and roofs. ടൈൽസും റൂഫ് ഒക്കെ യൂസ് ചെയ്യുന്ന സെഡിമെന്ററി റോക്കിന്റെ പേര്. നെയിം ഓഫ് എ സെഡിമെന്ററി റോക്ക് യൂസ്ഡ് ടു മേക്ക് ടൈൽസ് ആൻഡ് റൂഫ്സ്. ടൈൽസ് ഉണ്ടാക്കാനും റൂഫ്സ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സെഡിമെന്ററി റോക്കിന്റെ പേര്. ആറാമത്തത് എന്താ? അത് സിക്സ്ത് വൺ ഷെയിൽ. SHALE. ഷെയിൽ. SHALE. ഷെയിൽ. ഷാഹിദിനെ ഒന്നും കാണാനേ ഇല്ലല്ലോ. മുഹമ്മദ് ഷഹിൽ ഷിഹാബ്, എത്ര കാലായി? മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തടാ സഹിലേ. മുഹമ്മദ് ഷാഹിദ് ഷിഹാബ്. എന്താ മോനെ, കൊറേ കാലായല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി? കിട്ടലില്ല അല്ലേ? ഓക്കെ. അപ്പോ സിക്സ്ത് വൺ നമ്മൾ പറഞ്ഞു, നെയിം ഓഫ് എ സെഡിമെന്ററി റോക്ക്. ദാറ്റ് റോക്ക് യൂസ്ഡ് ടു മേക്ക് ടൈൽസ് ആൻഡ് റൂഫ്സ്. ടൈൽസും റൂഫ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെഡിമെന്ററി റോക്കിന്റെ പേരാണ് ഷെയിൽ. മുഹമ്മദ് റുവൈസെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഷെയിൽ. SHALE. ഷെയിൽ. Then across ninth one, an igneous rock. You will see it in the kitchen. ഒരു ഇഗ്നിയസ് റോക്ക്, അത് നിങ്ങൾ കിച്ചണിൽ അടുക്കളയിൽ കണ്ടിട്ടുണ്ട് എന്ന്. നിങ്ങൾക്ക് അടുക്കളയിൽ കാണാൻ കഴിയുന്ന ഒരു ഇഗ്നിയസ് റോക്കിന്റെ പേര്. നയൻത് വൺ എന്താ? അത് ഗ്രാനൈറ്റ്. എന്താണ്? ഗ്രാനൈറ്റ്.
Granite. Then 10th one, a metamorphic rock. It has been used extensively in the Taj Mahal. Metamorphic rock. എവിടെ താജ്മഹലിൽ യൂസ് ചെയ്ത മെറ്റാമോർഫിക് റോക്കിന്റെ പേര്. താജ്മഹൽ എന്ത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്? താജ്മഹല് മാർബിൾ. യെസ്, മാർബിൾ. ഹന്ന ശരിയാണ്, മാർബിൾ. മാർബിൾ. 10th one is marble, metamorphic rock അല്ലെ? Metamorphic rock which was used to make Taj Mahal. Marble. Then across is 11th one. A sedimentary rock. It has been used extensively in the Red Fort. Red Fort ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സെഡിമെന്ററി റോക്കിന്റെ പേര്. റെഡ് ഫോർട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ചെങ്കോട്ട. സാൻഡ് സ്റ്റോൺ. മോനെ ഷാഹിദ് എഴുതുന്നുണ്ടോ? ഷാഹിദ് എഴുതുന്നില്ലേ? റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചാണ്. ഇപ്പൊ എക്രോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഡൗൺ, താഴോട്ടുള്ളത് ചെയ്യാം. അതിൽ ഒന്നാമത്തത് an igneous rock, it is used by dentist to polish teeth. igneous rock ആണ്. അതെന്താ യൂസ് ചെയ്യാ? പല്ല് പോളിഷ് ചെയ്യാൻ വേണ്ടി ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന igneous റോക്കിന്റെ പേര്. igneous rock used by dentist to polish teeth. That is pumice. 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 Okay. One is pumice. Third one. Down in the third one. A sedimentary rock. It is generally orange or grey in color. Sedimentary rock ഏത് കളറിൽ കാണുന്നത്? ഓറഞ്ചില് അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണുന്ന സെഡിമെന്ററി റോക്കിന്റെ പേര് എന്താ? അത് എന്താ? കോൺഗ്ലമറേറ്റ്. എന്താ? കോൺഗ്ലമറേറ്റ്. CONGLOMERATE. കോൺഗ്ലമറേറ്റ്. Next one. Fifth one. A metamorphic rock. It is used to make blackboards. Blackboard ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റാമോർഫിക്കിന്റെ പേര്. മെറ്റാമോർഫിക് റോക്ക് അതേതാ? നമ്മള് ബ്ലാക്ക് ബോർഡ് നിങ്ങൾ മറ്റേ എഴുതുന്നില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ചെറിയ സാധനം കൊണ്ടുപോയില്ലേ? അതിന്റെ പേരെന്തായിരുന്നു? എഴുതി പഠിക്കാൻ കൊണ്ടുവന്നേ? സ്ലേറ്റ്. യെസ്, കറക്റ്റ്, സ്ലേറ്റ്. Slate. Yes. Next one, a sedimentary rock. It is used as a building stone. Sedimentary rock എന്തിനു ഉപയോഗിക്കുന്നത്? ബിൽഡിംഗ് സ്റ്റോൺ ആയി ഉപയോഗിക്കുന്ന സെഡിമെന്ററി റോക്കിന്റെ പേര്. ബിൽഡിംഗ് സ്റ്റോൺ ആയി ഉപയോഗിക്കുന്ന സെഡിമെന്ററി റോക്കിന്റെ പേര് എന്താ? അത് എന്തായിരിക്കും? യെസ്, കറക്റ്റ് ഹന്ന. ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ.
Next one, last one, an igneous rock, it is made up of tiny crystals. Tiny crystals കൊണ്ടുണ്ടാക്കിയ igneous rock. Yes, മുഹമ്മദേ, basalt. മുഹമ്മദ് പറഞ്ഞു ആൻസർ എന്താ? basalt അല്ലേ? ഓക്കെ ഓക്കെ മക്കളെ, ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കണ്ടു സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, മാർബിൾ, ക്വാർട്സൈറ്റ്, ഒബ്സിഡിയൻ, ഗ്രാനൈറ്റ്, ബസാൾട്ട്, കോൺഗ്ലമറേറ്റ്, ഷെയിൽ, പ്യൂമൈസ്, സ്ലേറ്റ് അല്ലേ? ഇത്രയും കണ്ടു. അതിൽ നമ്മൾ പറഞ്ഞു മെറ്റാമോർഫിക് റോക്ക്, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം sandstone, that is quartzite, and igneous rock, it look like a black glass, that is para obsidian. Sedimentary rock used to make tools, tiles and roofs, that is shale. Pinne igneous rock, it can be seen in kitchen, that is granite. Metamorphic rock has been used to extensively in Taj Mahal, that is marble. Then sedimentary rocks used in the Red Fort, sandstone. Then igneous rock used by dentists to polish the teeth, pumice. Sedimentary rock generally in orange and grey color, adanda conglomerate. Metamorphic rock used to make blackboard, that is slate. Sedimentary rock used as building stone. Building stone ആയി ഉപയോഗിക്കുന്നത് എന്താ? Building stone ആയി ഉപയോഗിക്കുന്നത് limestone. Igneous rock made up of tiny crystals, അതാണ് basalt. ആൻസർ കിട്ടിയില്ലേ? കിട്ടിയോ ഗ്രേസേ? മോളെ കിട്ടിയോ? കിട്ടിയില്ല? ഏതാ കിട്ടാത്തെ? അല്ല, ഒരു മിനിറ്റ്. കിട്ടാത്ത ഏതായിരുന്നു? രണ്ടും നാലും ആണോ? രണ്ടാമത്തെ ആൻസർ ക്വാർട്സൈറ്റ്, QUARTZITE, ക്വാർട്സൈറ്റ്. 4 ഒബ്സിഡിയൻ. ഇനി ആർക്കാ കിട്ടാത്തെ? ഏഞ്ചലിന് കിട്ടിയില്ല. എന്താ മോളെ ഏഞ്ചലെ കിട്ടാത്ത? ഏതായിരുന്നു? അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ ഏഞ്ചലേ. ഇതല്ലേ ഞാൻ ഓപ്ഷൻ തന്നല്ലോ. മോളെ GK ആണ് പറയുന്നത്. പേജ് നമ്പർ 216. എടുത്തു മിസ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ആൻസർ. ഹന്ന, ഇത് ചെയ്തിട്ട് ഒന്ന് ഏഞ്ചലിന് ഇട്ട് കൊടുക്കണേ. ഏഞ്ചലേ, ഹന്ന സെൻഡ് ചെയ്ത് തരൂ കേട്ടോ. ഹന്ന സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അടുത്തത് ക്യാരക്ടേഴ്സ് ഫ്രം ദ എപ്പിക്സ്. ക്യാരക്ടേഴ്സ് ഫ്രം ദ എപ്പിക്സ്. നോക്ക്, ദിസ് ക്രോസ്വേർഡ് ഈസ് based on the characters of the Ramayana and the Mahabharata. Read the clues and fill it up. എന്താ പറഞ്ഞേ? നിങ്ങൾ ഇത് ചെയ്യണം, നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കുക. എങ്ങനെ? This is based on the characters of Ramayana and Mahabharata. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ക്ലൂ നോക്കി നിങ്ങൾ ആ പേര് കണ്ടുപിടിച്ച് പസിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിൽ എക്രോസ് നോക്ക്, ഇങ്ങനെയുള്ളത് നോക്കുക. മദർ ഓഫ് ലവ് ആൻഡ് കുശ, ലവന്റെയും കുശന്റെയും അമ്മയുടെ പേര്. ലവന്റെയും കുശന്റെയും അമ്മയുടെ പേരെന്താ? ആരുടെ മക്കളാ ലവനും കുശനും? സീത. സീത, SITA, സീത. ഏഞ്ചലെ പേജ് നമ്പർ 217.
ആ ഗ്രൂപ്പിലായാലും കുഴപ്പമില്ല ഹന്ന, ഗ്രൂപ്പിലായാലും മതി, അല്ലെങ്കിൽ ഏഞ്ചലിന് പേഴ്സണലായി സെൻഡ് ചെയ്ത് കൊടുക്കാം. മദർ ഓഫ് ലവ ആൻഡ് കുശ സീത അല്ലെ. ലവ ആൻഡ് കുശ ലവും കുശനും എന്താണ്? ലവനും കുശനും ആരുടെ മക്കളാണ്? സീതയുടെ മക്കളാണ്. സീത SITA SEE എന്നൊന്നും എഴുതരുതേ, SITA സീത. ഷഹബാസ് ആണോ അടുത്തിരിക്കുന്നത്? ഷിസയുടെ അടുത്താരാ? അല്ല, അതാരായിരുന്നു? കാണുന്നില്ലല്ലോ. അതില് എക്രോസ് മുഹമ്മദ്, എക്രോസില് രണ്ടാമത്തതാണ് നമ്പർ കാണുന്നത്. മദർ ഓഫ് ലവ് ആൻഡ് കുശ, അത് ലവന്റെയും കുശന്റെയും, ലവ് ആൻഡ് കുശ്. സീത SITA സീത. ഒന്ന് പറഞ്ഞില്ല, രണ്ടാമത്തതാണ് ഇപ്പൊ പറയുന്നത് മുഹമ്മദേ. Then fourth one, acrossൽ fourth one, this bird fought with Ravana while he was taking Sita to Lanka. എന്താ ഈ ബേർഡ് എന്ത് ചെയ്തു? fought with Ravana അല്ലേ, രാവണനുമായി ഫോർട്ട് ചെയ്തു. while എന്നാൽ he was taking Sita to Lanka, സീതനെ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലേ. ആ കഥ അറിയോ? എന്താ അത്? ആ പക്ഷിയുടെ പേരെന്താ? എന്താ ഏഞ്ചലേ? ജഡായു ആണോ? ആ ജഡായു, അതന്നെ ജഡായു. ജഡായു എന്നാണ് ആ പക്ഷിയുടെ പേര്, ജഡായു. Then next one, sixth one, the 10-headed king of Lanka. ലങ്കയിലെ 10 തലയുള്ള രാജാവിന്റെ പേര്. 10 തല ആർക്കാ? ആ രാവണ. യെസ്, രാവണ. രാവണ. ഓക്കെ. Then second son of കുന്തി. കുന്തി ദേവിയുടെ രണ്ടാമത്തെ മകന്റെ പേര്. സെക്കൻഡ് സൺ ഓഫ് കുന്തി. കുന്തി ദേവിയുടെ രണ്ടാമത്തെ പുത്രന്റെ പേരെന്താ? ഭീമൻ അല്ലേ? അല്ലേ? ഭീം. BHIM ഭീം. എന്താ ജോസിക്കുട്ടി? ഭീം, ഭീമനാണ് ഭീം. BHIM. Second son of Kundi is Bhim. Bhim is the second son of Kundi. BHIM. Okay. Eighth one. King of Mithila and father of Sita. അതായത് മിഥിലയിലെ രാജാവും സീതയുടെ അച്ഛനും. കിങ് ഓഫ് മിഥില ആൻഡ് ഫാദർ ഓഫ് സീത. എന്താ? ജനകൻ അല്ലേ? ജനകനല്ലേ? ജനക്. JANAK ജനക്. മലയാളത്തിൽ ജനകൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ ജനക്നേ ഉള്ളൂ കേട്ടോ. ജനക്. JANAK. ഇത്രയും കിട്ടിയോ? കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, മിസ് ഒന്നും കൂടെ പറയാം. മദർ ഓഫ് ലവ് ആൻഡ് കുശ്, ലവിന്റെയും കുശന്റെയും അമ്മയാണ് ആര്? സീത. ഫോർത്ത് വൺ, ബേർഡ് ഫോർട്ട് വിത്ത് രാവണ വൈൽ ഹി വാസ് ടേക്കിംഗ് സീത ടു ലങ്ക. സീതേനെ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഒരു പക്ഷിയുടെ പേരെന്താ? ജഡായു. JATAYU ജഡായു. JATAYU ജഡായു. Then അതിലടുത്തത് സിക്സ്ത് വൺ, 10-headed king of ലങ്ക. ലങ്കയിലെ 10 തലയുള്ള രാജാവിന്റെ പേര് രാവണ. രാവണ. രാവണനല്ലേ 10 തല? Then second son of കുന്തി. കുന്തി ദേവിയുടെ രണ്ടാമത്തെ പുത്രന്റെ പേര് ഭീം. BHIM ഭീം. BHIM ഭീം. ഭീമൻ അല്ലേ? കുന്തി ദേവിയുടെ രണ്ടാമത്തെ മകന്റെ പേരാണ് ഭീമൻ. ആ വലിയ മനുഷ്യനില്ലേ അയാള്.
ആ ജോസിനെ കൂതി പറത്തു അയാള് അല്ലേ ജോസി? ആ ഷിസ ഭീമനോട് പറഞ്ഞിട്ട് നമുക്ക് ഈ ജോസിനെ ഊതി പറപ്പിക്കാം അല്ലേ? ഓക്കെ വേണ്ട അല്ലേ? ഓക്കെ മക്കളെ, 8th വൺ, കിങ് ഓഫ് മിഥില ആൻഡ് ഫാദർ ഓഫ് സീത. സീതയുടെ അച്ഛൻ അല്ലെങ്കിൽ മിഥിലയിലെ രാജാവിന്റെ പേരെന്താ? സീതയുടെ അച്ഛന്റെ പേരെന്താ? ജനക്. ജനകൻ, മലയാളത്തിൽ ജനകൻ എന്ന് പറയും, ഇംഗ്ലീഷില് ജനക്. JANAK, JANAK, ജനക്. ഓക്കെ, ഇനി ഡൗൺ, താഴേക്ക് ചെയ്യേണ്ടത്. താഴേക്കുള്ളത് പറയാം മിസ്. ഒന്നാമത്തത്, എ സ്കിൽഡ് ആർച്ചർ ആൻഡ് ഫാദർ ഓഫ് അഭിമന്യു. അഭിമന്യുവിന്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരു ഏബിൾ ആയ സ്കിൽഡ് ആയ ആർച്ചറിന്റെ പേര് ആരാ? അഭിമന്യുവിന്റെ അച്ഛന്റെ പേരെന്താ? അർജുൻ. അർജുൻ, നമ്മൾ അർജുനനില്ലേ? അർജുൻ, ARJUN, അർജുൻ. ARJUN, അർജുൻ. അഭിമന്യുവിന്റെ അച്ഛന്റെ പേരാണ് അർജുൻ, അല്ലെങ്കിൽ അർജുന്റെ അർജുന്റെ അച്ഛന്റെ പേരാണ് ആര്? അഭിമന്യുവിന്റെ അച്ഛന്റെ പേരാണ് അർജുൻ. ഫാദർ ഓഫ് അഭിമന്യു, അഭിമന്യുവിന്റെ അച്ഛന്റെ പേര് അർജുൻ. നെക്സ്റ്റ് വൺ, ഷീ ഓഫേർഡ് ബെറീസ് ടു ലോർഡ് രാമ. രാമന് ബെറീസ് ഓഫർ ചെയ്തത് ആരായിരുന്നു? ഓഫേർഡ് ബെറീസ് ടു ലോർഡ് രാമ. രാമന് ബെറീസ് ഓഫർ ചെയ്തത് അതാരായിരുന്നു? ശബരി. ആരാ? ശബരി. എഴുതിക്കോ, SHABARI, SHABARI, ശബരി. ശബരി offered berries to Lord Rama. Then third one, he gave his thumb as Guru Dakshina. വിരല്, ഈ തമ്പ് എന്ത് ചെയ്തു? ഗുരുദക്ഷിണയായി കൊടുത്ത വ്യക്തി ആരായിരുന്നു? തമ്പ്. He gave his thumb as Guru Dakshina. ഗുരുവിനെ പഠിച്ചു കഴിയുമ്പോൾ ദക്ഷിണയായിട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ ഈ കൈവിരല്, അത് ആരാ അങ്ങനെ കൊടുത്തത് എന്നറിയോ? ഏകലവ്യ. ആരാ? ഏകലവ്യ. ഏകലവ്യൻ. EKLAVYA. EKLAVYA, ഏകലവ്യ. ലാസ്റ്റ് വൺ, ഗുരു ഓഫ് ദ പാണ്ഡവാസ് ആൻഡ് കൗരവ. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുവിന്റെ പേര്. ഗുരു ഓഫ് കൗരവ ആൻഡ് പാണ്ഡവ ആരാ? ദ്രോണ. ദ്രോണ, DRONA, ദ്രോണ. എന്താ അതുലേ? മൂന്നാമത്തെ സ്പെല്ലിംഗ് ഒന്നും കൂടി പറയോ? മൂന്നാമത്തെ സ്പെല്ലിംഗ് പറയാം. ഏകലവ്യ, EKLAVYA. EKLAVYA. EKLAVYA, ഏകലവ്യ. ഇനി ആർക്കെങ്കിലും കിട്ടാത്തയുണ്ടോ? കിട്ടിയോ? ഗ്രേസിന് കിട്ടിയോ? കിട്ടി. എന്താ ഏഞ്ചലിന് എന്തായിരുന്നു കിട്ടാൻ ബാക്കിയുള്ളത്? കിട്ടാത്തതല്ല, ജഡായുവിന്റെ സ്പെല്ലിംഗ് JADA എന്നല്ലേ? DA അല്ല, JATAYU, ജടായു. ലാസ്റ്റത്തെ 5th വണ്ണിന്റെ സ്പെല്ലിംഗ് കിട്ടില്ല. DO കഴിഞ്ഞിട്ട് എന്നതാ? DRONA, ദ്രോണ. DRO. ഗുരു ഓഫ് ദ പാണ്ഡവാസ് ആൻഡ് ദ കൗരവാസ് ആണോ? ദ്രോണ, DRONA. എന്തായിരുന്നു സായി കൃഷ്ണ പറഞ്ഞോ?
മിസ് ഈ ശബരി എവിടെ എഴുതണ്ടേ? എന്റെ ദൈവമേ, ശബരി എവിടെ എഴുതണ്ട്? രണ്ടാമത്തത് മോനെ. മിസ് എക്രോസിൽ രണ്ടില്ലേ? ശബരി എക്രോസിൽ രണ്ടില്ലേ? ആ എക്രോസിലെ രണ്ടിലാണ് ശബരി എഴുതേണ്ടത്. എക്രോസിലെ രണ്ടില് ശബരി എഴുതുക. മറ്റേ സോറി, എക്രോസിലെ രണ്ടില് സീത എഴുതുക. ഡൗണിലെ രണ്ടില് ശബരി എഴുതുക. എക്രോസിലെ രണ്ടാരാ? മദർ ഓഫ് ലവ് ആൻഡ് കുഷ്, ലവന്റെയും കുഷിന്റെയും അമ്മ സീത. എക്രോസിലെ രണ്ട് സീതയാണ്, ലവന്റെയും കുശന്റെയും അമ്മ. ഇനി ഡൗണിൽ നോക്ക്, ഡൗണിലെത്തത് ഓഫേർഡ് ബെറീസ് ടു ലോർഡ് രാമ. രാമന് ബെറീസ് ഓഫർ ചെയ്തത് അതാരാ? ശബരി. കിട്ടിയില്ലേ? കൺഫ്യൂഷൻ പോയോ? അതായത് എക്രോസിലെ രണ്ട് സീതയും ഡൗണിലെ രണ്ട് ശബരിയും. എന്തായിരുന്നു അതുൽ? സിക്സ്ത് വൺ 10-headed king of ലങ്ക, രാവണ. RAVAN, രാവണൻ. RAVAN. ഇപ്പൊ ഈ പസിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ മക്കളെ, അപ്പം ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നോട്ട് കംപ്ലീറ്റ് ആക്കണേ.